ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. 2 ദിവസം പോലീസുകാർ ഇതുമ്പോൾ ഞങ്ങൾ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കും, ഞങ്ങൾ അത് ചെയ്തിട്ടില്ല. പോലീസുകാർക്കെതിരെ നിന്നൊരു റിപ്പോർട്ടറിൻ്റെ മർഡർ കേസ് അവന്മാരെങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. കേരളത്തിലെ അൺസോൾവ് കേസസിൽ ഒരെണ്ണം കൂടി. പക്ഷേ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. പോയത് എൻ്റെ കൂടപ്പറപ്പാ. എനിക്കറിയണം അവൾ ആരെ കൊന്നതെന്ന്. നീ പറ, നിനക്ക് എന്താ അറിയണ്ടേ? അനുകൊല ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നടന്ന എല്ലാം എനിക്കറിയണം. ഒന്നാമത്തെ കാര്യം, അനു ആക്രമിക്കപ്പെടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ ടവർ ലൊക്കേഷനിൽ ഇല്ല. അവൾക്ക് ചാനലിൽ പ്രൊമോഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ആയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു 8-8:30 ആയപ്പോഴേക്കും ബൈക്ക് എടുത്ത് ബിവറേജിലേക്ക് പോയി. ഭാഗ്യം ആ സമയത്ത് ഫുഡ് മേടിക്കാനായിട്ട് വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടൊക്കെയോ പോയി. ഞാനൊരു 9:30 ആയപ്പോഴാണ് തിരിച്ചു വരുന്നത്. ഞാൻ വന്ന് വണ്ടി സ്റ്റാൻഡ് വെച്ച് അകത്തേക്ക് കയറുന്ന സമയമായപ്പോഴാണ് ഭാഗ്യം വന്നത്. ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ കരണ്ടില്ല. ഞങ്ങൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ കാണുന്നത് മരിച്ചിടക്കുന്ന അനുവിനെയാണ്. ഞാൻ ഫുഡ് വാങ്ങിക്കാണ്ട് ഹോട്ടലിലേക്ക് ചെന്നപ്പോഴാണ് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് ഞാൻ കണ്ടത്. അപ്പം തന്നെ എനിക്ക് അറിയാവുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ഞാൻ അനുവിനെ വിളിച്ചിട്ടാണ് ഗൂഗിൾ പേ ചെയ്ത് അവിടുത്തെ ഫുഡിനുള്ള പൈസ കൊടുത്തത്. അതിനുശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് ഇറങ്ങി. പക്ഷെ മഴയായിരുന്നു. മഴയായിരുന്നു കുറച്ച് ഞാൻ ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു. അതിനുശേഷമാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ ജോബിന് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെന്നപ്പോഴാണ് അനുവിനെ അങ്ങനെ കണ്ടത്. ഈ പറഞ്ഞതൊക്കെ ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞതാണ്. അവർ വെരിഫൈ ചെയ്തതാണ്. ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ബോഡി കണ്ടതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്തത്? ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോലീസിനെ വിളിച്ച്. ഞാനപ്പം തന്നെ നിന്നെയും വിളിച്ച്. അവൾ ആ ചോരയിൽ കിടന്നോണ്ടുള്ള ആ ഒരു രൂപം ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല. നീയും കണ്ടേയില്ലേ ക്രൈം സീൻ? കണ്ടിരുന്നു. അന്ന് ആ ക്രൈം സീനിൽ ഞാനൊരു ചാർജർ കണ്ടു, ലൈറ്റ്നിങ് സപ്പോർട്ട്. അത് 14 സീരീസ് സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഫോണിലും പൊട്ടൽ. അവിടെ ഉണ്ടായിരുന്ന ബാക്കി 2 പേരുടെയും 16 സീരീസ് ആയിരുന്നു, സി ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ക്രൈം സീനിൽ ഒരു ചാർജർ പൊട്ടിക്കിടക്കണമെങ്കിൽ അത് ആ കൊലപാതകം നടന്ന സമയത്തായിരിക്കും. അതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫോണായിരിക്കുമല്ലോ ഇതേപോലെ പൊട്ടിയിരിക്കുന്നത്. ഫോണും ചാർജറൊക്കെ പൊട്ടിയെന്ന് വെച്ച് ആ കൊലപാതകം ചെയ്തത് ഞങ്ങളാണെന്നാണോ? കൊലപാതകം ചെയ്തത് നിങ്ങളാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഈ ഫോണിൽ നിന്നാണ് എനിക്കന്ന് ആ കോള് വന്നത്. അതുമാത്രമല്ല, അന്ന് ട്രൂ കോളറിൽ ഇവളുടെ പേരാണ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ വരുന്നൊരു കടയിൽ കയറി ഫോൺ ചാർജ് ചെയ്തിട്ടാണ് വന്നത്. എനിക്കറിയാതെ പറ്റിപ്പോയതാ. ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ജോബിൻ വരുന്നതിന് മുന്നേ ഞാനിവിടെ എത്തിയിരുന്നു. പക്ഷേ ഫോൺ ചാർജിലിട്ട് നിന്നപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത് അവൾ ജോബിനെ മാത്രം പ്രൊമോഷൻ കാര്യത്തിന് വിളിച്ചത്, എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ വലിഞ്ഞേറി വന്ന എനിക്ക് അത് കിടപ്പ് എനിക്കെന്തോ അപ്പോഴത്തെ സമനില തെറ്റി. പിന്നെ ഞാൻ ജോബിനോട് മിണ്ടുന്നൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. പിന്നെ അത് ശരിയാവില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയതാ ഫോണും ചാർജറുമായിട്ട്. അപ്പം അവൾ പുറകിൽ നിന്ന് എന്നെ അടിക്കാൻ വന്നു. എൻ്റെ കയ്യിലൊരു ഫ്ലവർ വേസ് അപ്പം കിട്ടിയേ. അപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാ. നിനക്ക് തീരുമാനിക്കാം പോലീസിനോട് പറയണോ വേണ്ടയോ എന്ന്. എന്തിനാണേലും എനിക്ക് ഓക്കെ.